തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനയുടെ ആ, നിർമ്മാണം, ആ, അതിന്റെ ഇംപ്ലിമെന്റേഷൻ, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ ഗ്യാപ്പുകൾ, അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്ക് പല ഗ്യാപ്പുകളും കാണാനായിട്ട് സാധിക്കും. ബ്രിട്ടീഷ് ഭരണകാലത്ത് വന്നിട്ടുള്ള പല ഭരണഘടനാപരമായിട്ടുള്ള പ്രൊവിഷൻസും ഇപ്പോഴും നമ്മുടെ ആ, രാഷ്ട്രത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വലിയൊരളവ് വരെ സത്യമാണ്. ഒരു നിസ്സാരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ബ്രീച്ചിങ്ങിന്റെ, അതായത് വിടവിന്റെ ഒരു വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ എനിക്ക് നമ്മുടെ ഈ വിദ്യാഭ്യാസം അവകാശമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ എല്ലാവർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പ്രൊവിഷൻ രാഷ്ട്രം കൊടുക്കണമെന്നാണ്. അപ്പോ ഭരണഘടന നിലവിൽ വന്നത് 1950-ലാണ്. 1950 നിലവിൽ വന്ന ഭരണഘടന 10 വർഷത്തിനുള്ളിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, അതായത് 14 വയസ്സ് വരെയുള്ള എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്ന് പറഞ്ഞാൽ 1960 ആകുമ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം എത്തേണ്ടതുണ്ട്. എന്നാൽ അങ്ങനെ എത്തിയിട്ടില്ല. നമ്മൾ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആശയം തന്നെ നമ്മൾ പൂർണ്ണമായിട്ടൊരു ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാക്കി മാറ്റുന്നത് 2010-ലാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആലോചിക്കുന്നത്. ഇതുപോലെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ പലപ്പോഴും സാധൂകരിക്കുന്നതിന് പല രീതിയിലും തടസ്സങ്ങളുണ്ടായിട്ട്, അതിലൊന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യം. നമ്മുടെ ഈ പലതരത്തിലുള്ള അവകാശങ്ങളും ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായിരുന്നവയെ വീണ്ടും ഭരണഘടനയെ നമ്മൾ സ്വതന്ത്ര ഭാരതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ, പല രാഷ്ട്രങ്ങളിൽ നിന്ന് ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആശയങ്ങളെ നമ്മൾ സ്വാംശീകരിച്ചപ്പോൾ ഒക്കെ തന്നെ മാറി വരുന്ന കാലഘട്ടത്തിൽ എത്തരത്തിലാണ് ഈ ഓരോ ഭരണഘടനാപരമായിട്ടുള്ള പ്രൊവിഷൻസും റീഇന്റർപ്രറ്റ് ചെയ്യപ്പെടുക എന്നുള്ള കാര്യത്തിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. കാരണം ഭരണഘടനയുടെ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ആ പ്രൊവിഷൻ പ്രിപ്പയർ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടവുമായിട്ട് വളരെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് വരും കാലഘട്ടങ്ങളിൽ എങ്ങനെ മാറി വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ ഉറപ്പും പറയാൻ സാധിക്കില്ല. അങ്ങനെ വരുന്നതാണ് ഈ സംസാരിക്കാനുള്ള അവകാശം, അവരവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാനുള്ള അവകാശം, ഇതൊക്കെ തന്നെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ഈ വിദ്യാഭ്യാസ അവകാശ നിയമം പോലെ തന്നെ ഇതുപോലെ ധാരാളം ഭരണഘടനാപരമായിട്ടുള്ള പ്രൊവിഷൻസിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിലുള്ള ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഇത് തീർച്ചയായിട്ടും ഭരണഘടനയുടെ ഒരു പ്രൊവിഷനും സെഡിഷൻ ആക്ടും തമ്മിലുള്ള ഈ ഒരു വ്യത്യാസം വ്യക്തമായിട്ടൊരു ഒരു കോൺട്രഡിക്ഷൻ പോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും ഭരണഘടനകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഭരണഘടനാപരമായിട്ടുള്ള പ്രൊവിഷൻസ് നിലനിൽക്കുമ്പോൾ തന്നെ ഭരണകൂടത്തിന് സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനത്തിന്, അവരുടെ സ്വച്ഛയ്ക്കനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഭരണഘടനയുടെ വ്യവസ്ഥാപിത മൂല്യങ്ങളെ ഒരുപക്ഷെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിക്കുന്നതിനോ അല്ലെങ്കിൽ കുറച്ചൊന്ന് കലർപ്പോട് കൂടിയിട്ട് മാറ്റുന്നതിനോ ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് നമ്മൾ ധാരാളം പാർലമെന്റുകളിൽ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊന്നാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ സെഡിഷൻ ആക്ട് പോലെയുള്ള ആക്ടുമായിട്ട് മുൻപോട്ട് വന്നിട്ടുള്ളത്. അത്തരത്തിൽ ധാരാളം ഭരണഘടനാപരമായിട്ടുള്ള പ്രൊവിഷൻസിന്റെ ഓൾട്ടറേഷൻസ് നമ്മൾ ഭാരതത്തിൽ കണ്ടിട്ടുണ്ട്. ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രൊവിഷന്റെ ബ്രീച്ച് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്നത് ഭരണഘടന നിഷ്കർഷിക്കുന്ന 10 വർഷത്തിനുള്ളിൽ നടന്നിട്ടില്ല. ഇത്തരത്തിലുള്ള ബ്രീച്ചസ് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഞാൻ കാണുന്നത് ഭരണഘടനയുടെ ഈ പ്രൊവിഷൻസ് വരുന്ന കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് മാറി വരുന്ന കാലഘട്ടത്തിൽ ഈ പ്രൊവിഷൻസിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, ഭരണകൂടം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സഭ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ നമ്മുടെ ഭരണഘടനയുടെയും അതിന്റെ പ്രായോഗികമായ ഇംപ്ലിമെന്റേഷന്റെയും ഭാഗമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്.